ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് നമുക്കൊക്കെ മക്കളുള്ളതാണ്. ഒരു +2 വിദ്യാർത്ഥിനിയുടെ, അതായത് കൊല്ലത്ത് കിളിക്കല്ലൂരിൽ മരണപ്പെട്ട നന്ദ സുരേഷ് എന്ന +2 വിദ്യാർത്ഥിനിയുടെ മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആ ഒരു ന്യൂസ് ഇവിടെ പ്രസൻറ്റ് ഞാൻ പറയുന്നത് കൊല്ലത്ത് നടന്നൊരു മരണത്തെക്കുറിച്ചിട്ടാണ്. കിളിക്കൊല്ലൂരിൽ +2 വിദ്യാർത്ഥിനി, 17കാരിയായ +2 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഓടയിൽ നിന്ന് കണ്ടെത്തി. തൻ്റെ പിറന്നാൾ ദിനത്തിൻ്റെ അന്ന് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതായിരുന്നു. വൈകുന്നേരമായിട്ടും കാണാതായപ്പോൾ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി തിരഞ്ഞ് നടന്നപ്പോഴാണ് റെയിൽവേ ട്രാക്കിൻ്റെ ചതുപ്പ് നിലത്തിൽ കിടക്കുന്നത് കണ്ടത്. ഒന്നില്ലെങ്കിൽ അതിൽ വീണതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ പോലീസുകാർ അന്വേഷണം നടത്തുന്നുണ്ട്. നാട്ടുകാരും വീട്ടുകാരും ഒരുപാട് തിരഞ്ഞു. അങ്ങനെയാണ് തിരിച്ചു വരുമ്പോൾ ഇവർ ഈ ഒരു സംഭവം കാണുന്നു. കുട്ടിയുടെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാനസിക പ്രശ്നമുണ്ടോ അഥവാ കുട്ടിക്ക് വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും ഇതിൻ്റെ കൂടെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രിയമുള്ള അച്ഛനമ്മമാരെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഇടയ്ക്കൊക്കെ അവരെ ഒന്ന് വിളിച്ചു നോക്കുക. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഒരു ശ്രദ്ധയില്ല. അവർ പോയാൽ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. പണ്ടുള്ളവർ അങ്ങനെയല്ലായിരുന്നു. അവരുടെ മക്കൾ വീട്ടിലെത്തുന്നവർ അവർക്ക് ബേജാറായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല, ഒരു വേവലാതിയില്ല. മക്കൾ പോയാൽ വരും ഒരു നിഗമനത്തിലാണ് അവർ നിൽക്കുന്നത്. അതൊക്കെ ശരിയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പലതും നടക്കുന്നതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല വീട്ടുകാർക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. തൻ്റെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അന്വേഷിക്കുക. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വീട്ടിൽ നിന്ന് മക്കൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഇതൊരു +2 വിദ്യാർത്ഥിനിയാണ്. ശരിയാണ്, കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നതിന് കുഴപ്പമില്ല. സമയമാകുമ്പോൾ വീട്ടിലെത്താൻ വേണ്ടി നമ്മൾ കർക്കശമായി മക്കളോട് പറഞ്ഞു കൊടുക്കണം. എനിക്കിതൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്കതൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കുക.